ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ എണീറ്റ് വന്ന ഉടനെ കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നേരെ ബ്രഷ് ചെയ്യാണ്. ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞ് നമുക്ക് കിച്ചണിലോട്ട് പോവാം. അതിനിടയ്ക്ക് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. എന്നും കുറച്ച് ലേറ്റ് ആവാറൊക്കെ ഉണ്ട്. ഇന്ന് നല്ല നേരത്തെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എണീക്കുന്നതിനേക്കാളും ഒരു 1.5 മണിക്കൂർ മുമ്പേ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ബ്രഷൊക്കെ ചെയ്ത് കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെക്കാനായിട്ട് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്ത് ഫേസൊക്കെ നന്നായിട്ട് എന്താ പറയുക കഴുകി വൃത്തിയാക്കി ഇപ്പോൾ ഹോളിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ നേരെ കിച്ചണിൽ പോയിട്ട് ഇനി നേരെ ചെയ്യുന്നത് എന്താ, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ കേട്ടോ. ഒരു വലിയ കപ്പ് വെള്ളം കൊണ്ട് കുടിക്കും ഞാൻ രാവിലെ എണീറ്റ ഉടനെ തന്നെ. അപ്പോൾ എനിക്ക് നല്ല ആശ്വാസം കിട്ടാറുണ്ട്. അത് നല്ലതാണ്. ഈ വെള്ളമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ലെമൺ ടീയോ ഒക്കെ ലെമൺ ഇട്ട വെള്ളമൊക്കെ കുടിക്കാം. ലെമൺ ടീ കുടിക്കണ്ട. ടീ രാവിലെ അത്ര നല്ലതല്ല. ഞാൻ വലിയ നല്ല പിള്ള ആയതുകൊണ്ടല്ല കേട്ടോ. മറ്റുള്ളവർക്ക് അഡ്വൈസ് കൊടുക്കുമ്പോൾ അത് നല്ലത് കൊടുക്കണ്ടേ. നമ്മളെന്ത് ചെയ്യുകയാണെങ്കിലും മറ്റുള്ളവർക്ക് അഡ്വൈസ് കൊടുക്കുമ്പോൾ നമ്മൾ നന്നാവണമെന്നില്ല എങ്കിലും മറ്റുള്ളവർക്ക് അഡ്വൈസ് കൊടുക്കുമ്പോൾ എന്തായാലും നല്ല കാര്യങ്ങൾ മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. നമ്മൾ നല്ല കാര്യം ചെയ്തിട്ട് മറ്റുള്ളവരോട് ഇങ്ങനെയൊന്നും ചെയ്താൽ കുഴപ്പമില്ല എന്ന് പറയാതിരിക്കുക. അതാണ് നല്ലത്. ഞാൻ ഭയങ്കര മോശമാണെങ്കിലും മറ്റുള്ളവർക്ക് എപ്പോഴും നല്ല അഡ്വൈസ് കൊടുക്കും. അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ. മോശമാണോ നല്ലതാണോ എന്നെനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ കപ്പൊക്കെ നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ട് ഇനി നേരെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോഴും സ്പെൻഡ് ചെയ്യുന്നത്. എൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ട് ഞാൻ വെള്ളമൊക്കെ കൊടുത്തു. ഇനി കുറച്ച് നേരം നമുക്ക് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് വേണ്ടി മാത്രമായിട്ട് കുറച്ച് സമയം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നേരത്തെ എണീറ്റതല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ജേർണൽ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ജേർണൽ ചെയ്യുന്നതൊക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ജേർണൽ ചെയ്യുന്നൊരു പേഴ്സൺ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈയിടെയായിട്ട് ഞാൻ ജേർണൽ ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, അത് ചെയ്യുമ്പോൾ എനിക്ക് നല്ല നല്ല പീസായി എന്താ പറയുക, എന്താ അതിന് പറയുക, ഭയങ്കര സമാധാനം കിട്ടലുണ്ട് കേട്ടോ. ഭയങ്കര ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ പീസ് ഒക്കെ കിട്ടാറുണ്ട്. അതിങ്ങനെ ചെയ്യുമ്പോൾ എന്തോ ഞാൻ മാത്രമുള്ള ലോകത്ത് എനിക്കിഷ്ടമുള്ള കാര്യം ചെയ്യുന്നൊരു ഫീലിങ്സ് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എബൌട്ട് മീ അതാണിപ്പോൾ ഞാൻ ജേർണൽ ചെയ്യുന്നതിൻ്റെ ടോപ്പിക്ക്. അപ്പോൾ ജേർണൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം നേരെ കിച്ചണിലോട്ട് പോകാം. അപ്പോൾ ജേർണൽ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ബിഗിനറാണെങ്കിൽ, അതായത് ജേർണൽ ചെയ്യുന്ന ആൾ ബിഗിനറാണെങ്കിൽ എപ്പോഴും നമ്മൾ പെന്ന് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. അതായത് നമ്മൾ ആദ്യം തന്നെ കളേഴ്സൊക്കെ യൂസ് ചെയ്ത് മൊത്തം കൊളാവാനുള്ളൊരു ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് പെന്നോ പെൻസിലോ മാത്രം യൂസ് ചെയ്തിട്ട്, അതും ബിഗിനർ ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്തിട്ട് ആദ്യം ചെയ്യുക. അങ്ങനെ ജേർണൽ ചെയ്ത് പഠിക്കുക. അങ്ങനെ നമ്മൾ പെന്ന് വെച്ചിട്ട് ജേർണൽ ചെയ്ത് പഠിച്ചതിന് ശേഷം വേണം നമുക്ക് കളേഴ്സും സ്റ്റിക്കേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്നുകൂടി ഭംഗിയാക്കി നമ്മളിങ്ങനെ ഓരോ ദിവസവും ജേർണൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീക്കിലി നമ്മൾ 2-3 ഡേയ്സിലൊക്കെ ഇങ്ങനെ ജേർണൽ ചെയ്യുമ്പോൾ നമ്മളത് പഠിക്കും, നമ്മളത് ഡെവലപ്പായിട്ട് വരും. എന്ത് സംഭവമാണെങ്കിലും നമ്മൾ കുറച്ച് അപ്ഗ്രേഡ് ആവുമല്ലോ. അപ്പം ഇങ്ങനെ നമ്മൾ തന്നെ അപ്ഡേറ്റ് ആയിട്ട് കുറച്ചും കൂടെ ഒന്ന് നന്നാക്കി ഇങ്ങനെ ചെയ്ത് തുടങ്ങും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നന്നാവും. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം ബിഗിനേഴ്സായിട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ കളേഴ്സും സ്റ്റിക്കേഴ്സൊക്കെ യൂസ് ചെയ്ത് ചിലപ്പോൾ അത് ബോറാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പറയാണ് കേട്ടോ, ആദ്യം നമ്മൾ പെന്നോ പെൻസിലോ യൂസ് ചെയ്തിട്ട് ചെയ്ത് പഠിക്കുക ബിഗിനേഴ്സ്. അതിനുശേഷം മാത്രം നമ്മൾ ജേർണൽ ചെയ്യുമ്പോൾ കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുക. എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടോ. അപ്പം ഞാനിപ്പോൾ പെന്ന് റെഡ് കളറ് അതേപോലെ ബ്ലാക്ക് കളറ് മാത്രം യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു എഫക്റ്റ്, എനിക്ക് നല്ല ഭംഗിയായിട്ടൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. ഞാനിന്ന് 2 പേജസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എബൌട്ട് മീ ചെയ്തിട്ടുണ്ട്, പിന്നെ മൈ പ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പേജും ചെയ്തിട്ടുണ്ട്. രണ്ടും എബൌട്ട് മീ ഞാൻ ഏറെക്കുറെ എന്നെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു. അതുപോലെ തന്നെ ഞാൻ മൈ പ്ലാൻസിൽ ഞാൻ എന്തൊക്കെയോ എൻ്റെ കാര്യങ്ങളായിട്ടല്ല, ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങളാണ് അതിൽ ഞാൻ എഴുതി വെച്ചതെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. ഞാൻ എന്താ പറയുക, ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ എൻ്റെ എഴുതിയതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, എനിക്ക് തോന്നിയ കാര്യങ്ങൾ എഴുതിയതാണ്. അപ്പോൾ നമ്മൾ
കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. അരിയിടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. കൂടെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്ത് കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ കിച്ചൺ പരിപാടിയിലാണിപ്പോൾ ആക്ച്വലി ഞാൻ. അങ്ങനെ നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കിലിങ്ങനെ പോവുകയാണ്. പിന്നെ എന്താ പറയുക, പ്രത്യേകിച്ചൊന്നുമില്ല പറയാനായിട്ട്. എന്നും ഓരോ ദിവസവും ഡേ ബൈ ഡേ ഒരേപോലെ തന്നെ പോകുന്നു. പിന്നെ ബോറടിയില്ല എന്ന് കരുതി ഭയങ്കര എൻ്റർടൈൻമെൻറ്റ്സും ഇല്ല. ഇനി പുറത്തൊക്കെ പോയി ഒന്ന് ചില്ല് ചെയ്യുമ്പോൾ എൻ്റർടൈൻ ആവും ഇൻഷാ അല്ലാ വിൽ സൂൺ. അപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കുഞ്ഞമ്മത്തി ഇട്ടിട്ടുണ്ടേ. ഹരവാ, നല്ല കുഞ്ഞമ്മത്തി ഇട്ടിട്ടുണ്ട്. അതാണ് കേട്ടോ ഇപ്പോൾ ഫ്രൈ ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ കുക്കിങ്ങും പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ കുക്കിങ് ഒരു 2 hours ഒന്നും എടുത്തിട്ടില്ല. ഒരു 1.5 മണിക്കൂർ ആയപ്പോഴേക്കും എല്ലാം സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് നേരം അങ്ങനെ ലിവിങ് ഹാളിൽ പോയിരുന്നിട്ട് വെറുതെ ഇരുന്നു, ഇങ്ങനെ ചില്ലടിച്ചിരുന്നു, വൈബടിച്ചിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒന്ന് എന്ത് ചെയ്യാനുണ്ടായിരുന്നു, നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഗ്യാസിൻ്റെ ഭാഗം, അതുപോലെ വാഷ് ചെയ്യുന്ന ഏരിയ, അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ. പിന്നെ എൻ്റെ ഒരു OCD ആണോ എന്നെനിക്കറിയില്ല. എനിക്ക് ഈ അരു, മുക്ക്, മൂല ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പ്രത്യേകം തുടച്ചെടുക്കുന്ന ഒരു ശീലമുണ്ട്. അതെനിക്ക് ഒരു 2-3 days കൂടുമ്പോഴെങ്കിലും ചെയ്യണം. അതായത് ആ ഒരു സംഭവങ്ങൾ നമ്മൾ വെച്ച സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് അവിടെയൊക്കെ തോത്തി വൃത്തിയാക്കി, തോത്തുക എന്ന് പറഞ്ഞാൽ തുടക്കുക കേട്ടോ, തുടച്ച് വൃത്തിയാക്കി നല്ലൊരു നീറ്റായിട്ട് കൊണ്ടു നടക്കാനാണ് എനിക്കിഷ്ടം. ഐ തോട്ട് ഇത് OCD ആണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എനിക്ക് നന്നായിട്ട് തന്നെ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. പ്രത്യേകിച്ച് ഞാൻ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ, അതായത് ഞാൻ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ മെയിനായിട്ട് കിച്ചണ്, അതേപോലെ ബെഡ്റൂം, ലിവിങ് ഏരിയ, ഇതൊക്കെ എനിക്ക് എപ്പോഴും നീറ്റായിട്ട് തന്നെ കാണണം. കാര്യം ഞാൻ അവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് നീറ്റ്നെസ് വേണം. വലിച്ചു വാരി ഇട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മൂടേ പോകും, ഞാനല്ല. ആ ഒരു ഇതിലേക്ക് മാറും കേട്ടോ. എല്ലാവരും ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കും. വൃത്തിയില്ലാതെ കിടക്കുന്ന കാണാൻ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. എല്ലാവർക്കും വൃത്തിയായി കിടക്കാനായിരിക്കും ഇഷ്ടം. പിന്നെ അത് അല്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അതങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടല്ല, മടിയാണ് കാരണം. മടി കാരണം ചെയ്യത്തില്ല. നമ്മളെ റൂമൊക്കെ, ചിലരുടെ റൂമൊക്കെ ഉണ്ടാവും ഭയങ്കര മെസ്സിയായിട്ട് കിടക്കും. ചെയ്യാൻ അങ്ങനെ മെസ്സിയായിട്ട് കിടക്കുന്നത് അവർക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ ചെയ്യാനുള്ള മടി കൊണ്ടാണ് കേട്ടോ. നല്ല മടി കാരണം ഒന്നും ചെയ്യില്ല, അങ്ങനെ നിന്നോട്ടെ എന്ന് വിചാരിച്ച് നിൽക്കും. ഞാൻ ചിലപ്പോൾ അങ്ങനെ നിൽക്കുന്ന സാഹചര്യങ്ങളില്ല എന്നല്ല, ചിലപ്പോഴൊക്കെ, എങ്കിലും എനിക്ക് നല്ല നീറ്റായിട്ട് കിടക്കണമെന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ എൻ്റെ പ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് ജേർണൽ ചെയ്തത്. ഇതും ഞാൻ പെന്ന് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്തതാണ് ഫോർ ബിഗിന്നേഴ്സ്. അതായത് ബിഗിന്നേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ഒരു റെഡ് അല്ലെങ്കിൽ ഒരു റെഡ് ബ്ലാക്ക് ഓർ റെഡ് ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ ബ്ലൂ ഇങ്ങനെയുള്ള കുറച്ച് പെന്നുകൾ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.